നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ പുതിയ മോഡലായ ഒരു ബഡ്ജറ്റ് ഫോണായ വിവോ Y1s 3GB RAM വേരിയൻറ്റിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവുമാണ്. തൊട്ട് മുൻപ് നമ്മൾ ഇത്തരത്തിൽ തന്നെ ഒരു Y1s എന്ന് പറഞ്ഞ സെയിം ഒരു പേരിൽ തന്നെ മറ്റൊരു ഫോൺ അൺബോക്സ് ചെയ്തിരുന്നു. ആ ഒരു ഫോൺ 2GB RAM വേരിയൻ്റാണ്. എന്നാൽ ഈ ഒരു ഫോണിന് തൊട്ട് മുൻപ് അൺബോക്സ് ചെയ്ത ആ ഒരു ഫോണുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, റാം വ്യത്യാസമുണ്ട്, പ്രൊസസ്സർ വ്യത്യാസമുണ്ട്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാണ്ട് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോ Y1s 3GB RAM വേരിയൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ്ങും റിവ്യൂവുമാണ്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ അൺബോക്സിങ് റിവ്യൂ ചെയ്യുന്നത് 10,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഫോണുകളെ കുറിച്ചാണ്. അതിന് കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വില കുറഞ്ഞ ഫോണുകൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതലായിട്ടും അൺബോക്സ് ചെയ്യുന്നത് ഈ 10,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന പല ഫോണുകളെ കുറിച്ചാണ്. ഇപ്പോൾ റിയൽമി C11, C12, അതുപോലെ സാംസങ് M02, M02s, F02, വിവോ Y12s, പിന്നെ നേരത്തെ Y1s, റെഡ്മി 9, അങ്ങനെ ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിനകത്ത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് വിവോ Y1s എന്ന് പറഞ്ഞ ഫോണിൻ്റെ 3GB RAM വേരിയൻറ്റ്. ഇതിൻ്റെ തന്നെ 2GB RAM വേരിയൻറ്റ് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3GB RAM വേരിയൻ്റാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, തൊട്ട് മുൻപ് ഇറങ്ങിയ മോഡലുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ 10,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നല്ല മൊബൈലാണ് വിവോ Y1s എന്ന് പറയുന്നത്. പിന്നെ അധികം ലാഗ് അടുപ്പിക്കാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് വിവോ Y1s 3GB RAM വേരിയൻറ്റിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. തൊട്ട് മുൻപ് നമ്മൾ അൺബോക്സ് ചെയ്ത വിവോ Y1s 2GB RAMൻ്റെ ബോക്സുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. സെയിം ഒരു ബോക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ മുകൾ ഭാഗത്ത് 3GB RAM എന്നും അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാതും സെയിം ഒരു ബോക്സ് തന്നെയാണ് ഈ ഒരു ഫോണത് വന്നിട്ടുള്ളത്. ഇനി സൈഡിലായിട്ട് ഇത്തരത്തിൽ IPLൻ്റെ ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ സ്പോൺസറാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ലോഗോ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. Y1s മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ 15.79 സെൻറ്റിമീറ്റർ, അതായത് 6.22 ഇഞ്ചിൻ്റെ ഒരു HD+ ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ഈ ഫോണകത്ത് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4030 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 പ്രവർത്തിക്കുന്ന മൊബൈലാണ് ഈ ഒരു Y1s എന്ന് പറയുന്നത് കൊടുക്കുന്നത്. പിന്നെ മുകളിലായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം വിവോയുടെ എല്ലാ ഫോണുകളും ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയിലെ സ്റ്റാഫുകളെ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഇത്തരത്തിൻ്റെ സാർ വാല്യൂ, അതുപോലെ IMEI നമ്പർ, പിന്നെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ എന്തൊക്കെ ആക്സറീസ് കിട്ടുന്നുണ്ട്, അത്രയും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫോണിൻ്റെ ബോക്സ് കണ്ടാൽ തന്നെ സാധിക്കും, ജൂൺ 2021, അത്രയും പുതിയൊരു ഫോണാണ് വിവോ Y1s 3GB RAM വേരിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നു, ഈ ഫോണിൻ്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ട്, സ്ക്രീൻ സൈസ് എത്രത്തോളം ഉണ്ട്, അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഈ ഫോണിൻ്റെ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ വിവോയുടെ ഫോണുകളിലും കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു ബോക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ബോക്സിനകത്തായിരിക്കും ഇതിൻ്റെ ബാക്ക് കേസും അതുപോലെ വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ബാക്ക് കേസ് നമുക്കറിയാം, സാധാരണ എല്ലാ വിവോയുടെ ഫോണിനകത്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് കേസ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. പിന്നെ വാറണ്ടി പേപ്പേഴ്സും അതുപോലെ യൂസർ മാനുവലാണ് കിട്ടുന്നത്. നമുക്കറിയാം ഇപ്പോൾ വരുന്ന പല ഫോണുകളും ചാർജർ പോലും കൊടുക്കുന്നില്ല. ആ സമയത്ത് ഈ ഒരു ചെറിയ വില കുറഞ്ഞ ഫോണിനകത്തും ഒരു ബാക്ക് കേസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ബ്ലാക്ക് കളർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ ബോക്സിൻ്റെ കൂടെ മറ്റെന്തൊക്കെ ആക്സറീസ് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഇത്തരത്തിലൊരു സിം എജക്റ്റിംഗ് ടൂൾ നമുക്ക് കിട്ടുന്നുണ്ട്. സിം കാർഡ് ഊരാനും അടയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണത്. പിന്നെ ഇത്തരത്തിലൊരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. ഇതൊരു ഫാസ്റ്റ് ചാർജറാണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും 4030 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫാസ്റ്റായിട്ട് ചാർജ് കയറും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ചാർജിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. ടൈപ്പ് C അല്ല, മൈക്രോ USB ചാർജിങ് കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 ആക്സറീസാണ് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. ഒരു ബാക്ക് കേസ്, അതുപോലെ ചാർജിങ് അഡാപ്റ്റർ, ചാർജിങ് കേബിൾ, സിം എജക്റ്റിംഗ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വിവോ Y1s 3GB RAM വേരിയൻറ്റിൻ്റെ ഫോൺ എന്ന് പറയുന്നത്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം വലിയൊരു ബൾക്കി ആയിട്ടുള്ള മൊബൈലൊന്നുമല്ല, നമ്മുടെ കയ്യിനകത്ത് ഒതുങ്ങുന്ന ഒരു ഫോൺ തന്നെയാണ്. 6.22 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ സ്ക്രീൻ സൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു 10,000 രൂപ താഴെയുള്ള ഫോണിൻ്റെ ഒന്നും ഡിസൈനിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് പറയേണ്ടതില്ല എന്നറിയാം. എന്നാലും പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഡിസൈൻ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. ഒരു ഡബിൾ ഷെയ്ഡായിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ കളർ വരുന്നത്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ്. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ കൂടി അവൈലബിൾ ആണ്. പിന്നെ കളർഫുള്ളായ ഫോൺ ഇതായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട് എടുത്തത്. ബാക്ക് സൈഡിലായിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y1s എന്നൊരു ഫോണിൻ്റെ, അതായത് 2GB RAM വേരിയൻ്റ് ആയ ഫോണിൻ്റെ ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. റിയർ സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ വിവോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മാറ്റ് ഫിനിഷാണ്, ഒരു ഗ്ലോസി ഫിനിഷ് അല്ല, ഒരു മാറ്റ് ഫിനിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അഴുക്കുകളൊക്കെ ആയാലും നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ നല്ലതാണ്.
പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഇത് വളരെ വലിയ തിക്നെസ് കൂടിയൊരു ഫോണൊന്നുമല്ല, വളരെ സ്ലിമ്മായ മൊബൈലാണ്. 8.28 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഫോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ അത്രയും വളരെ ചെറിയൊരു തിക്നെസ് ഉള്ളൊരു ഫോണാണ്. പിന്നെ സൈഡിലായിട്ട് ഇത്തരത്തിൽ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്, അതുപോലെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3.5 ഓഡിയോ ജാക്കിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നുണ്ട്, മൈക്രോഫോണിൻ്റെ ഒരു ഹോൾ കൊടുക്കുന്നുണ്ട്, മൈക്രോ USB ചാർജിങ് പോർട്ട് കൊടുക്കുന്നുണ്ട്, റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ളത്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിനകത്ത് വരുന്നത്. പ്രധാനമായിട്ടും ഓൺലൈൻ ക്ലാസ്സിനൊക്കെ വേണ്ടി കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാനായാലും അല്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡറി ഫോൺ എന്ന നിലയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കയ്യിലൊതുങ്ങുന്ന ഒരു മൊബൈലാണ് Vivo Y1s 3GB RAM വേരിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ എന്തായാലും ഈ ഒരു ഫോൺ ഓൺ ആവുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോകൾ കാണുന്നതിൽ 97% ആളുകളും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നമ്മൾ ഒരുപാട് എഫോർട്ട് എടുത്തിട്ട് നമ്മുടെ ഒരുപാട് മണിക്കൂറുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് Vivo Y1s എന്ന് പറയുന്ന മോഡൽ ഓണായി കാണുമ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. തൊട്ട് മുൻപ് ഇറങ്ങിയ നമ്മൾ കണ്ട ആ ഒരു Y1sൻ്റെ സെയിം ഒരു വാൾപേപ്പറൊക്കെ തന്നെയാണ് ഈ ഫോൺ അതും കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ രണ്ടും സെയിം തന്നെയാണ്, 6.22 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേനാണ് വരുന്നത്. നല്ലൊരു കളർഫുള്ളായ ഡിസ്പ്ലേ ആണ്, നല്ലൊരു ഭംഗിയുള്ളൊരു വാൾപേപ്പറും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നല്ലൊരു ബ്രൈറ്റ്നസോട് കൂടിയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും തൊട്ട് മുൻപ് ഇറങ്ങിയ Vivo Y91i എന്ന് പറയുന്ന മോഡലുമായിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത് ഈ ഡിസ്പ്ലേയിലാണെന്ന് തോന്നുന്നു. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ അരികുകളൊക്കെ നോക്കിയാലും വളരെ വലിയൊരു അരികുകളൊന്നും ഇല്ലാതെ ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കോണികോർല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ വീഴ്ചകളൊക്കെ വീണ് കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ ആ മുകളിൽ ഒരു ഫ്രണ്ട് ക്യാമറ 5 MP അതൊരു നോച്ച് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഹാലോ ഫുൾ ഡിസ്പ്ലേ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ വലിയൊരു നോച്ചൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസ്പ്ലേ തന്നെ ഈ ഫോണിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു വലിയ ഗംഭീരമായിട്ടുള്ളൊരു ഗെയിമിംഗ് ഫോണായിട്ടൊന്നും ഇതിനെ കാണരുത്, എന്നാലും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ എൻ്റെ ടച്ച് റെസ്പോൺസൊക്കെ വരുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനായിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതിനകത്ത് ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്യും, അതുപോലെ ഗെയിം കളിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇതൊരു ഗെയിമിംഗ് ഫോണൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. പിന്നെ അധികം ആപ്ലിക്കേഷനൊന്നും ഈ ഫോണിനകത്ത് കുത്തി നിറച്ച് വെച്ചിട്ടില്ല, എന്നാൽ ഇതിനകത്ത് ഫോൺ പേ, മോജ് പോലെയുള്ള കുറച്ച് ആപ്ലിക്കേഷനുകളുണ്ട്. നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജിനൊന്നും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ വൈസ് നമുക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈ ആവുന്ന ഡിസൈൻ തന്നെയാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെറ്റിങ്സ് എടുത്തിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ സെറ്റിങ്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു Android 10 പ്രവർത്തിക്കുന്ന മൊബൈലാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. ഇതിനകത്ത് സിസ്റ്റം മാനേജ്മെൻറ്റ് എന്നൊരു ഫംഗ്ഷനകത്താണ് ഇതിൻ്റെ ഒരു അബൌട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. മറ്റ് ഫോണുകൾക്കകത്തൊക്കെ ഡയറക്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ഈ അബൌട്ട് ഫോൺ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇതിനകത്ത് സിസ്റ്റം മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഫോണിൻ്റെ അബൌട്ട് ഫോൺ അതുപോലെ ബാറ്ററി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണിക്കും ഫണ്ട് ചോയ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോഡൽ നെയിം, ഈ ഫോണിൻ്റെ മോഡൽ നെയിം Vivo 1929 എന്നാണ്. പിന്നെ ഇതിൻ്റെ RAM എന്ന് പറയുന്നത് 3GB RAM ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 32GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. 2.3 GHz ഒരു ഒക്ടാകോർ പ്രോസറാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് വേർഷൻ 10 ഈ ഫോൺ പ്രവർത്തിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ കാര്യത്തിൽ കൊടുത്തുള്ളത്. ഇനി അടുത്ത് പറയേണ്ട കാര്യം ഈ ഫോണിൻ്റെ പ്രോസസ്സറാണ്. ഇതൊരു MediaTek Helio P35 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഫോണിനകത്ത് വന്നിട്ടുള്ളത്. വിവോ അല്ലെങ്കിൽ ഈ ഓഫ്ലൈൻ ഫോണുകളെ സംബന്ധിച്ചിടത്തോളം MediaTek Helio P35 എന്ന് പറയുന്നത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. പ്രത്യേകിച്ച് 10,000 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ 9,500 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒരു മൊബൈൽ എന്ന നിലയ്ക്ക് ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് വളരെ ഡീസൻ്റാണ്. ഇനി അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു മെയിനായിട്ടൊരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണൊന്നും അല്ല, എന്നിരുന്നാൽ കൂടി അത്യാവശ്യം നല്ല രീതിയിലുള്ള, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. 13 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്തരത്തിൽ കാണുന്ന പോലെ തന്നെ സൂം ചെയ്താലൊന്നും അതിൻ്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കൊക്കെ ഒരുപാട് നോട്ടുകളൊക്കെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസിങ്ങും അതുപോലെ ക്വാളിറ്റിയുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു ക്യാമറയ്ക്കകത്തും ഒരുപാട് മ്യൂട്ടി മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, ടൈം ലാപ്സ് മോഡ്,
പിന്നെ ആ ടൈം ലാപ്സിൽ തന്നെ ഇത്തരത്തിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ 15x 13x അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടൈം ലാപ്സിന് അതും കൊടുത്തിട്ടുണ്ട്. ഇത് മെയിനായിട്ടൊരു ക്യാമറ ഫോണൊന്നുമല്ല, എന്നിരുന്നാൽ കൂടി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വീടിനകത്ത് ഒരു നൈറ്റ് സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് വീടിനകത്തൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന കാര്യം നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ലൈവായിട്ടൊരു ഫോട്ടോ എടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിനകത്ത് ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. 5 മെഗാ പിക്സലിൽ എടുത്തൊരു ഫോട്ടോ ആണ്. സൂം ചെയ്താലൊന്നും അത്യാവശ്യം ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. ഇപ്പം നമ്മൾ എടുക്കുന്നത് വീടിനകത്ത് വെച്ചിട്ട് അത്യാവശ്യം നോയ്സൊക്കെ ഉള്ള ഭാഗത്ത് വെച്ചിട്ടാണ്. എന്നിരുന്നാൽ കൂടി നല്ല ക്വാളിറ്റി നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു 5 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് ഇത്തരത്തിൽ ബ്യൂട്ടി മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ക്യാമറ ഫോണല്ല, എന്നിരുന്നാൽ കൂടി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ കൂടി നമുക്ക് ഈ ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് iManager എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് വിവോയുടെ വില കുറഞ്ഞ ഫോണുകൾ ഉപയോഗിക്കുന്ന പലരും ഉപയോഗിക്കാത്ത ഒരു ഫംഗ്ഷനാണ് iManager എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫംഗ്ഷനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് വൈറസ് സ്കാൻ ചെയ്യാൻ സാധിക്കും, അതുപോലെ നമ്മുടെ ഒറ്റ ക്ലിക്കിൽ തന്നെ ഫോൺ ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും, സ്റ്റോറേജ് ക്ലീൻ ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഫോണിനകത്ത് ആവശ്യമില്ലാത്ത ഫയലുകൾ, ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ, അതുപോലെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും അതുപോലെ ഡിലീറ്റ് ചെയ്യാനൊക്കെ സൗകര്യമുള്ള ഒരു ഫീച്ചറാണ് iManager എന്ന് പറയുന്നത്. വില കൂടിയ ഫോണുകളൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. എന്നിരുന്നാലും വില കുറഞ്ഞ ഫോണുകളിൽ അല്ലെങ്കിൽ റാമോ സ്റ്റോറേജോ കുറഞ്ഞ ഫോണുകളിൽ തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കുന്നവർ ഈ iManager എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാൻ എല്ലാവരോടും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മൊത്തത്തിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു മൊബൈൽ തന്നെയാണ് Vivo Y1s 3GB RAM എന്ന് പറയുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, കുറച്ച് പ്രായമായവർക്കോ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഫോൺ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ വലിയൊരു യൂസിങ്ങോ ഗെയിമിങ്ങോ അല്ലെങ്കിൽ വലിയൊരു ക്യാമറ ഫീച്ചേഴ്സൊന്നും ആവശ്യമില്ലാതെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് മാത്രം, ബ്രൗസിങ്ങിനും ചാറ്റിങ്ങിന് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു വളരെ സ്ലിം ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഡിസൈൻ ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡായിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഓഫ്ലൈൻ മോഡലാണ് Vivo Y1s 3GB RAM എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വാട്സപ്പ് നമ്പറൊക്കെ താഴെ കൊടുക്കുന്നു.